വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ അല്ലെങ്കിൽ പേപ്പറാണ് നോക്കുന്നത്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫോർമേഷൻ ഓഫ് കമ്പനീസ് ആയിരുന്നു. കമ്പനി എങ്ങനെയാണ് രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യ സ്റ്റേജ് പ്രൊമോഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് പ്രൊമോഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ്, ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ. 3 സ്റ്റേജുകളായിരുന്നു. ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഒരു സ്റ്റേജും കൂടെ വരുന്നുണ്ട്. അതെന്താണ്? കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത് ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? ഒരുപാട് കാര്യങ്ങളും കൂടി ഒത്തുചേർന്ന് ഒന്നിനെന്താണ് ഒരു കോമൺ രൂപത്തിലേക്ക് എത്തിക്കുക, അല്ലേ? പല ഘടകങ്ങളെ ഒന്നാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒന്നിനൊരു കോമൺ രൂപത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, അതിൽ ഇഷ്ടിക ഉണ്ടാവും, സിമൻറ്റ് ഉണ്ടാവും, പെയിൻറ് ഉണ്ടാവും, അങ്ങനെ എന്താണ് അതിനല്ലെങ്കിൽ മരങ്ങളുണ്ടാവും, എല്ലാത്തിനെയും ഒന്നാക്കല്ലേ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ടർ എന്താ ചെയ്യുക, അതെല്ലാം സംഘടിപ്പിക്കലാണ്. അതായത് ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഓടി നടന്ന് സംഘടിപ്പിക്കലാണ് പ്രൊമോട്ടറിൻ്റെ പണി. നമ്മളത് ഇപ്പം ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ. പിന്നെ എന്താണ്, പ്രൊമോഷൻ കഴിഞ്ഞാൽ എന്താണ്, ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൂടി ഒന്ന് നമുക്ക് സെറ്റാക്കണ്ടേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 3 സ്റ്റേറ്റ്സ് ദാറ്റ് എ കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി lawful purpose by 7 or more person where a company to be formed is to be a public company. അതായത് ഒരു പബ്ലിക് കമ്പനി എന്താണ്, 7 പേരോ അതിലധികമോ ആൾക്കാരായിരിക്കണം എന്ത് കമ്പനി രൂപീകരിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. ഇനി എന്താണ്, രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 or more person, 2 വ്യക്തികളോ അതിലധികമോ ആൾക്കാരുണ്ടായിരിക്കണം പ്രൈവറ്റ് കമ്പനിയിൽ. 1 person കമ്പനി എന്താണ്, ഇസ് ടു ബി ഫോം ടു ബി എ 1 person കമ്പനി. ദാറ്റ് ഈസ് ടു സേ എ കമ്പനി ബൈ സബ്സ്ക്രൈബിങ് ദർ നെയിം or its name to a memorandum and complying with requirements of the act in respect to registration. 1 person കമ്പനി ആവുന്ന ഒരു വ്യക്തിയുടെ പേര് കൃത്യമായി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. കമ്പനി ഫോംഡ് ഇൻ ദ അബവ് മാനർ മേ ബി എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ഓർ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഓർ ആൻ അൺലിമിറ്റഡ് കമ്പനി. 3 തരം കമ്പനിയാണുള്ളത്. ഒന്ന് ഷെയറിൻ്റെ വിലക്ക് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഷെയറിൻ്റെ വില എത്രയാണോ ആ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ബാധ്യത മാത്രമേ ഷെയർ ഹോൾഡർക്ക് കമ്പനിയോട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 100 രൂപേൻ്റെ ഷെയർ ആണെങ്കിൽ ആ 100 രൂപ കൊടുക്കുന്നവരെ കമ്പനിയോട് ഷെയർ ഹോൾഡർക്ക് ഒരു ബാധ്യത ഉണ്ടാവും. ആ 100 രൂപ കൊടുത്ത ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി നഷ്ടത്തിലാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് വീട്ടാനൊന്നും ആർക്ക് ബാധ്യതയില്ല, ഷെയർ ഹോൾഡർക്ക് ബാധ്യതയില്ല. അപ്പോൾ അത്തരം കമ്പനീസാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. അപ്പോൾ ആ കമ്പനി വാങ്ങുന്നൊരു ഷെയർ ഹോൾഡർക്ക് അയാളുടെ ബാധ്യത ആ ഷെയറിൻ്റെ വില വരെയുള്ളൂ. കാര്യം ആ ഷെയർ അയാൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായി, ആ ബാധ്യത കഴിഞ്ഞു. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. ഒരു ഗ്യാരണ്ടി ഇതിന് പുറമെ ഷെയർ വാങ്ങുന്നതിന് കൂടുതൽ ഗ്യാരണ്ടി എഴുതി കൊടുക്കുകയാണ്. കമ്പനിക്ക് ഒരു നഷ്ടം വരികയാണെങ്കിൽ എക്സ്ട്രാ നമ്മളൊരു പൈസ കൊടുക്കാം എന്നൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ്, ആ ഒരു ഗ്യാരണ്ടി നമ്മൾ നിറവേറ്റേണ്ടി വരും. കമ്പനിക്ക് ഒരു നഷ്ടം വരികയാണെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി എന്താണ്, കമ്പനി എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കമ്പനിക്ക് എന്ത് പ്രശ്നം വരികയാണെങ്കിലും നമുക്ക് വ്യക്തിപരമായ സ്വത്തുക്കളുണ്ടെങ്കിൽ എന്താണ് അത് ബാധിക്കും എന്നുള്ളതാണ്. അതിലേക്ക് എന്താണ് കമ്പനിയുടെ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി അതിൽ നിന്ന് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അൺലിമിറ്റഡ് കമ്പനി. അപ്പോൾ ഇതും കമ്പനി ഫോം ചെയ്യുന്ന നേരത്തെ നമ്മൾ എഴുതാന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഇതാ പറയാനുള്ളത്. ഇനി ഫയലിംഗ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫയലിംഗ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ ഒന്ന് എന്താണ് നമ്മളൊന്ന് ബോൾഡാക്കിയതാണ് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് രണ്ടാണ്. ഒന്ന് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2 ഡോക്യുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും കമ്പനീസിനുള്ളത്. ഒന്ന് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആണ്, ഒന്ന് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഫയൽ ചെയ്യുന്നത്. മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ഷാൽ ബി സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ. അപ്പോൾ ഷെയർ വാങ്ങുന്ന ഓരോ വ്യക്തികളും ഇത് സൈൻ ചെയ്യണം ടു ദ മെമ്മറാൻഡം. അതിൽ പേര്, അഡ്രസ്സ്, ഡെസ്ക്രിപ്ഷൻ, അയാളെക്കുറിച്ചുള്ള വിവരണം വേണം, ഒക്യുപ്പേഷൻ എന്താണെന്നുള്ളത് വേണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു മെമ്മറാൻഡം നമ്മൾ തന്നെ എന്താണ് സൈൻ ചെയ്യുന്നത് സങ്കല്പിക്കുക. നമ്മളവിടെ പേര് എഴുതി കൊടുക്കുന്നത്, നമ്മുടെ അഡ്രസ്സ് എഴുതി കൊടുക്കുന്നതും നമ്മളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, നമ്മളെന്താണ് ചിലപ്പോൾ നമ്മുടെ ഹോബീസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആവാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതി കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കാം. എന്തിൽ, അത് മെമ്മറാൻഡത്തിലാണ് നമ്മൾ എഴുതുക. ഓക്കെ,
ഇഫ് എനി ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ് ലീസ്റ്റ് വൺ വിറ്റ്നസ്, ഒരു സാക്ഷി ഉണ്ടായിരിക്കണം, ഹു ഷാൽ അറ്റസ്റ്റ് ദ സിഗ്നേച്ചർ, അയാളായിരിക്കും ആ സിഗ്നേച്ചർ എന്ത് ചെയ്യുക, അറ്റസ്റ്റ് ചെയ്യുക. വേറെ സബ്സ്ക്രൈബർ ടു ദ മെമ്മറാൻഡം ഇസ് ഇല്ലിട്രേറ്റ്, അപ്പോൾ ഇതിൽ നമ്മൾ തീരെ നമുക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ വെച്ചാൽ മതി. ഓർ മാർക്ക് ഷാൽ ബി ഡിസ്ക്രൈബ്ഡ് as such by the person writing for him, who shall place the name of the subscriber against or below the mark and authenticate it by his own signature, and he shall also write against the name of the subscriber the number of shares taken by him. അപ്പോൾ എഴുതാനും വായിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ മറ്റൊരാളുടെ ഒപ്പോട് കൂടി വേറെ ആൾ എന്താണ് എഴുതി തരും. അപ്പോൾ നമ്മൾ തമ്പ് അവിടെ വെക്കണം എന്നുള്ളതാണ്. പിന്നെന്താണ്, സച്ച് പേഴ്സൺ ഷാൽ ഓൾസോ റീഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കണ്ടൻറ്റ്. കൃത്യമായിട്ട് കണ്ടൻറ്റ് എന്താണ് ഈ എഴുതി കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഒരാൾക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണെങ്കിൽ അയാളത് മറ്റേ ആൾക്ക് വായിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ തമ്പ് വെക്കാൻ പാടുള്ളൂ. ഓഫ് ദ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ടു ദ സബ്സ്ക്രൈബർ ആൻഡ് മേക്ക് എൻഡോഴ്സ്മെൻറ്റ് ടു ദാറ്റ് എഫക്റ്റ് ഓൺ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾ. അപ്പോൾ ഇതാണ് ഫയലിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ പറയുന്നത്. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ദ രജിസ്ട്രാർ ഓൺ ദ ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ഫിൽഡ് ഷാൽ രജിസ്റ്റർ ഓൾ documents and information in the register and issue certificate of incorporation in the prescribed form to the effect that the proposed company is incorporated on and from the date mentioned in the certificate of incorporation issued. The registrar shall allot to the company a corporate identity number. അപ്പോൾ കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ കൊടുത്തുകൊണ്ട്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേരിൽ നമ്പർ കിട്ടുമല്ലോ, അപ്പോൾ അതുപോലെ എന്താണ് ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ തന്നുകൊണ്ട് നമ്മൾ ഫയൽ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റ്സും വെച്ചിട്ട് എന്താണ് ഈ കമ്പനി രജിസ്ട്രാർ എന്ത് ചെയ്യും, നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, വിച്ച് ഷാൽ ബി എ ഡിസ്റ്റിങ്ക്ട് ഐഡൻറ്റിറ്റി ഫോർ ദ കമ്പനി. കമ്പനിക്കൊരു പെർട്ടിക്കുലർ ഐഡൻറ്റിറ്റി കൊടുക്കുന്നതായിരിക്കും അത്. ഓക്കെ, വിച്ച് ഷാൽ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ്, അത് സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡ് ആയിരിക്കും. ദ കമ്പനി ഷാൽ മെയിൻറ്റെയിൻ ആൻഡ് പ്രിസർവ് at its registered office copies of all documents and information as originally filed till its dissolution under the act. അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം, ഈ ഒരു എന്താണ് കോപ്പീസൊക്കെ, ഈ രജിസ്ട്രേഷൻ്റെയൊക്കെ കോപ്പീസൊക്കെ എന്താണ് ഈ രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ അതെപ്പോഴും ഫയൽ ചെയ്യണം, കമ്പനി അടച്ചു പൂട്ടുന്നത് വരെ. ഇഫ് എനി പേഴ്സൺ ഫർണിഷസ് എനി ഫോൾസ് ഓർ ഇൻകറക്റ്റ് ഇൻ പെർട്ടിക്കുലേഴ്സ് of any information or suppresses any material information of which he is aware in any of the documents filed with the registrar in relation to the registration of the company, he shall be liable under section 447. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെക്ഷൻ 447 പ്രകാരം എന്താണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് എന്താ, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ ചെയ്ത വ്യക്തി സെക്ഷൻ 447 പ്രകാരം എന്താണ് ശിക്ഷ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ 447 എന്ന് വെച്ചാൽ അത് ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ പറയാനുള്ളത്. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ? അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്തു, ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ക്യാപിറ്റൽ വേണം, മൂലധനം സമാഹരിക്കണം. അത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്യുക, പ്രൈവറ്റായിട്ട് ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങുക ചെയ്യുക. പബ്ലിക് കമ്പനി ആകുമ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക ഷെയർ മാർക്കറ്റുകൾ പ്രകാരം. റൈറ്റ് എ നോട്ട് ഓൺ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആഫ്റ്റർ രജിസ്ട്രേഷൻ ആൻഡ് ഗെറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ദ കമ്പനി ഈസ് റെഡി ഫോർ ഫ്ലോട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്, കപ്പൽ നീറ്റിലിറക്കുക നമ്മൾ പറഞ്ഞില്ലേ, കപ്പൽ പോലെ തന്നെയുള്ള ഒരു കമ്പനി എന്ന് വെച്ചാൽ വലിയൊരു സംരംഭമാണ്. അത് തുടങ്ങുക, അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് അത് തുടങ്ങുക എന്നുള്ള രീതിയിൽ. ഓക്കെ, ദ കമ്പനി ഈസ് റെഡി ഫോർ ഫ്ലോട്ടേഷൻ എന്നാണ് പറഞ്ഞത്. ദിസ് ഈസ് ടു സേ ഇറ്റ് ക്യാൻ ഗോ അഹെഡ് വിത്ത് റേസിംഗ് ക്യാപിറ്റൽ സഫിഷ്യൻറ്റ് ടു കമൻസ് ബിസിനസ്. അപ്പോൾ എന്താണ് അതിന് ക്യാപിറ്റൽ, എന്താണ് ബിസിനസ് തുടങ്ങാൻ വേണ്ട മൂലധനം വേണമല്ലോ. കമ്പനി എന്ന് പറയുമ്പോൾ വലിയ സംരംഭമാണ്, അപ്പോൾ അതിൽ ചെറിയ പൈസ വെച്ച് തുടങ്ങാൻ പറ്റില്ല. നമ്മൾ ചെറിയ സ്ഥാപനം തുടങ്ങാൻ തന്നെ വലിയൊരു ക്യാഷ് വേണം. അപ്പോൾ കമ്പനി പോലത്തെ ഒരു സ്ഥാപനമാകുമ്പോൾ ഒരുപാട് ക്യാഷ് വേണം. അപ്പോൾ അത് എന്താണ് ക്യാപിറ്റൽ നമ്മൾ അത് സമാഹരിച്ചിട്ട് ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് ടു ദ പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്. അപ്പോൾ പ്രോസ്പെക്ടസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്, എന്താണ് അതൊരു നോട്ടീസാണ്.
അത് ഇഷ്യൂ ചെയ്യണം ആദ്യം എന്താണ്, എന്നിട്ട് വേണം കമ്പനി ഷെയർ പബ്ലിക്കിൽ, അത് പബ്ലിക് കമ്പനി ആകുമ്പോൾ പബ്ലിക്കിൽ ഷെയർ വിൽക്കാനായിട്ട് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓർ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പബ്ലിക് കമ്പനിക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അതായത് ആരും അറിയാതെ പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർക്ക് വിൽക്കുകയും ചെയ്യാം. ഓർ ത്രൂ എ റൈറ്റ് ഇഷ്യൂ ഓർ എ ബോണസ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന കമ്പനിയുടെ ഡയറക്ടേഴ്സിനും ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നതാണ്, അവർക്കൊരു അവകാശം മാറി. പിന്നെ അല്ലെങ്കിൽ നിലവിലെ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാം നമുക്ക്. പിന്നെന്താണ് ബോണസ് ഇഷ്യൂ, എന്താണ് അമിതമായ ഷെയറുകൾ ചുരുങ്ങിയ ചിലവിൽ എന്താണ് വിലയ്ക്ക് ഈ പറയുന്ന നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അങ്ങനെയും കമ്പനിക്ക് എന്താണ് ഈ പറയുന്ന ക്യാപിറ്റൽ ഉണ്ടാക്കാം. എ പ്രൈവറ്റ് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് ബൈ ദ വേ ഓഫ് റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ ഓർ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ മാത്രമേ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന പോലെ ഈ ക്യാപിറ്റൽ സമാഹരിക്കാൻ പറ്റുള്ളൂ. എവറി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി ഷുഡ് പ്രൊവൈഡ് ഓൾ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് വെരി ക്ലിയർലി. എല്ലാ പ്രോസ്പെക്ടസിലും നിന്നാണ് കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും പ്രതിപാദിക്കണമെന്നാണ് പറയുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീൻസ് എനി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവിറ്റേഷൻ. ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കണേ. ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. മീൻസ് എനി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവിറ്റേഷൻസ് ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ബൈ എ കമ്പനി other than by way of public offer through issue of a placement offer letter. No allotment of any securities of a company offered to public for subscription shall be made unless the amount stated in the prospect as minimum subscription amount has been subscribed. ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോസ്പെക്ടസ് ഇറക്കുന്ന നേരത്ത് അതിൽ നമ്മൾ ഏതും ഇത്ര മിനിമം ക്യാപിറ്റൽ കിട്ടിയാൽ മാത്രമേ കമ്പനി മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയ ഷെയർ എടുത്തിട്ട് കമ്പനി ബിസിനസ് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു 1000 രൂപ വാങ്ങുമ്പോൾ ആയിരക്കണക്കിന് വ്യക്തികൾ വരുമ്പോൾ വലിയൊരു തുകയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര ലക്ഷം കിട്ടിയാലേ നമ്മളത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ആ പൈസ എടുത്ത് സ്റ്റാർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ആ ത്രഷ് ഉണ്ടാവുമല്ലോ, ആ ഒരു എന്താണ് ലെവല്, ആ ലെവൽ എത്തിക്കുന്നതിൻ്റെ പേരാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ അത് പ്രോസ്പെക്ടസിലാണ് പറയുക. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്തുന്ന വരെ എന്താണ് നമ്മളത് ഷെയർ ഇഷ്യൂ ചെയ്യണം. ആ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ, അത്രയും തുക കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ. എമൗണ്ട് ഹാസ് ബീൻ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ദ സംസ് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ ഫോർ ദ എമൗണ്ട്സ് ഓഫ് സ്റ്റേറ്റഡ് ഹാവ് ബീൻ പെയ്ഡ് ടു ആൻഡ് റിസീവ്ഡ് ബൈ ദ കമ്പനി ബൈ ചെക്ക് ഓർ അതർ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത് വാട്ട് ഇസ് ദ പ്രൊവിഷൻ ഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബിസിനസ് കമൻസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തു, ഇൻകോർപ്പറേറ്റ് ചെയ്തു, പിന്നെന്താണ് അതിന് ക്യാപിറ്റലും റേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ബിസിനസ് മെല്ലെ തുടങ്ങുക എന്നുള്ളതാണ്. എ കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഷാൽ നോട്ട് കമൻസ് എനി ബിസിനസ്. അതായത് കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ കിട്ടിയാലും താഴെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് കമ്പനി തുടങ്ങാൻ പാടില്ല. എ ഡിക്ലറേഷൻ ഈസ് ഫയൽഡ് ബൈ എ ഡയറക്ടർ. താഴെ പറയുന്ന കാര്യങ്ങളില്ലെങ്കിലാണ് പറഞ്ഞത്. താഴെ പറയുന്ന കാര്യങ്ങളില്ലെങ്കിൽ കമ്പനി ബിസിനസ് തുടങ്ങരുത്. എന്തില്ലെങ്കിൽ ഒന്ന് ഡയറക്ടറിൻ്റെ ഒരു ഡിക്ലറേഷൻ വേണം വിത്ത് രജിസ്ട്രാറിന് എഴുതി കൊടുക്കണം. അതിനൊരു ഫോം ഉണ്ട്, അത് വെരിഫൈ ചെയ്യാൻ വേണം രജിസ്ട്രാർ. ദ കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ ടു ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനി എന്താണ് രജിസ്ട്രാറിൻ്റെ ഒരു വെരിഫിക്കേഷൻ അത് ഫയൽ ചെയ്യാൻ വേണം. ഇഫ് എനി ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ കംപ്ലൈങ് വിത്ത് ദീസ് റിക്വയർമെൻറ്റ് ദ കമ്പനി ഷാൽ ബി ലയബിൾ ടു എ പെനാൽറ്റി. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ എന്നാണ് ഈ പറയുന്ന ഈ ഡിക്ലറേഷൻ ഈ ഡയറക്ടർ അയച്ചിട്ടില്ലെങ്കിൽ കമ്പനിക്ക് ഒരു പെനാൽറ്റി വരും. എത്ര വരും എന്ന് വെച്ചാൽ 5,000 റുപ്പീസ് വരാം ഫോർ എവറി ഓഫീസർ ഹൂ ഇസ് ഇൻ ഡിഫോൾട്ട്. അപ്പോൾ ആരൊക്കെയാണോ ചെയ്യാൻ വിട്ടുപോയത്, കമ്പനിക്ക് ഒന്ന് ഡയറക്ടർ കൊടുക്കണം, പിന്നെ എന്താണ് കമ്പനിയുടെ മറ്റ് ഓഫീസേഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആരൊക്കെയാണോ അത് ഫയൽ ചെയ്യാൻ വിട്ടുപോയത് ഓരോരുത്തരെ തലക്കിയതാണ് 5,000 രൂപ വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും. വേർ നോ ഡിക്ലറേഷൻ ഹാസ് ബീൻ ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ വിത്തിൻ എ പീരിയഡ് ഓഫ് 180 days of the date of incorporation of the company and registrar has reasonable cause to believe that the company is not carrying on any business or operations, he may without prejudice initiate action for the removal of the name of the company. അതായത് കമ്പനിക്ക് ക്യാപിറ്റൽ കിട്ടി 180 ദിവസം 180 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ഒരു എന്താണ് സബ്മിഷൻ, അതായത് ഈ പറയുന്നൊരു എന്താണ് ഡിക്ലറേഷൻ ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഓഫീസേഴ്സ് ചെയ്യേണ്ട വെരിഫിക്കേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷനും കൊടുത്തിട്ട് ഈ രജിസ്ട്രാറിൻ്റെ വെരിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ 180 ദിവസം വരെ രജിസ്ട്രാർ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അയാൾ കമ്പനീൻ്റെ പേര് വെട്ടിക്കളയും. കമ്പനിക്ക് പേര് പിന്നെയും നമ്മൾ എടുക്കാനായിട്ട് നടക്കേണ്ടി വരും.
അപ്പോൾ അതാണ് അതിൽ പറഞ്ഞത്. ഇനി എന്താണ് ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്? ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് ആർ ദോസ് കോൺട്രാക്ട്സ് വിച്ച് ആർ മെയ്ഡ് ബൈ ദ പ്രൊമോട്ടേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് പാർട്ടീസ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി yet to be incorporated. Such contracts are generally entered into by promoters to acquire some property or right for and on behalf of the company to be formed. കമ്പനി തുടങ്ങുന്നതിന് മുൻപായിട്ട് പ്രൊമോട്ടറും മറ്റ് പാർട്ടീസും തമ്മിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകളുടെ പേരാണ് എന്ത്? പ്രൊമോട്ടർ എന്നുള്ള പേര് വരണം, മറ്റ് പാർട്ടീസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനിയാണ്. അടുത്തത് വാട്ട് യു മീൻ ബൈ പ്രൊവിഷണൽ കോൺട്രാക്റ്റ്? ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആൻഡ് ബിഫോർ ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു കമൺ ബിസിനസ്. അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, അതിന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ അത് ബിസിനസ് തുടങ്ങിയിട്ടില്ല. നമ്മൾ മറ്റേ ഡയറക്ടറിൻ്റെ ഈ പറഞ്ഞ ഡിക്ലറേഷനൊക്കെ കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു കോൺട്രാക്റ്റ് കമ്പനിയായിട്ട് ഒരു പാർട്ടിക്ക്, ഒരു ഔട്ട്സൈഡ് പാർട്ടിക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്റർ കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.